ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു കിച്ചടിയുടെ റെസിപ്പിയാണ്. വെള്ളരിക്ക കിച്ചടി. ഇത് സദ്യയ്ക്കുമൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കിച്ചടിയാണ്. ചോറിന് കൂട്ടാനും നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ ഈ വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 പച്ചമുളകും. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഈ വെള്ളരിക്കയുടെ കുരുവും തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ആ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാനെപ്പോഴും പച്ചമുളക് അരച്ച് ചേർക്കാറില്ല, അരിഞ്ഞ് കഷ്ണത്തിലേക്ക് ഇടാറുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഈ വെള്ളരിക്കകത്ത് വെള്ളമുണ്ട്. ഇത് പറ്റി വരുമ്പം വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടണം. വെന്ത് വരുമ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേകും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് വേകുന്ന സമയത്ത് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി പോകരുത്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് തൈരാണ്. ഈ തൈര് നല്ല കട്ട തൈരായിരിക്കണം. അതുപോലെ ഇത് ഒരുപാട് പുളിയാകരുത്, ഒട്ടും പുളി ഇല്ലാതെ വരരുത്. ഒരു മീഡിയം പുളി, അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് കണ്ടില്ലേ, വെള്ളമൊന്നും അധികം ഇല്ല. ഇങ്ങനെ കിട്ടണം, കാരണം നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജലാംശമുണ്ട്. പിന്നെ തൈരും ചേർക്കുമ്പോഴത്തേനല്ലേ ഒത്തിരി വെള്ളമായി പോകും. ഇതൊന്ന് കുറുകിയിരിക്കണം. ഇത് നമ്മുടെ അരപ്പ് അതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി പച്ചമുളക് വേണമെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കാം കേട്ടോ. ഞാൻ ഒരിക്കലും ഈ ചാറ് കറിക്ക് ഇങ്ങനെ തേങ്ങയുടെ കൂടെ പച്ചമുളക് അരയ്ക്കാറില്ല. ഞാൻ കണ്ടിച്ചിടുള്ളൂ, മുറിച്ചിടും. ഇനി നമുക്ക് കുറച്ച് കടുക് ചതച്ചതാണ്. ഇത് 1 ടീസ്പൂൺ കടുകുണ്ട്, അത് ചതച്ച കൂടി ചേർക്കാം. ഒന്ന് പൊട്ടിച്ചാൽ മതി. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ചോട്ടെ. ആവശ്യത്തിന് കറിവേപ്പില അങ്ങോട്ട് ചേർക്കാം. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. ആ തൈര് ഞാനൊന്ന് ഉടച്ചതാണ്. വെള്ളം ഒഴിച്ച് ഉടയ്ക്കരുത്, വെറുതെ തൈര് മാത്രം ഒന്ന് ഉടയ്ക്കുക, വെള്ളം ചേർക്കരുത്. അതുകൂടെ ചേർക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തിളയ്ക്കരുതിനി. ആ തിളയൊന്ന് വരുന്ന ഒരു പാകമുണ്ടല്ലോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പം കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കാം. നമ്മൾക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് അത് ഒഴിക്കാം. കടുക് പൊട്ടിച്ചത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. കടുകൊക്കെ എല്ലായിടത്തും ആകട്ടെ കറിയുടെ.
കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. നമ്മുടെ വെള്ളരിക്ക കിച്ചടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡിയായി കഴിഞ്ഞു.